ശ്രീ ജേക്കബ് തരകൻ ചാക്കോ, ഇപ്പം നമുക്കറിയാം ജമ്മു കാശ്മീർ കഴിഞ്ഞ 3-4 വർഷമായിട്ട് സമാധാനത്തിൻ്റെ പാതയിലാണ്. അവിടുത്തെ ടൂറിസം വർദ്ധിക്കുന്നു. ഇത് മാത്രമല്ല, ജനങ്ങൾ സാധാരണ എല്ലാ തരത്തിലുള്ള എക്കണോമിക് ആക്ടിവിറ്റികളിലും അവർക്ക് പങ്കെടുക്കാൻ കഴിയുന്നതോടുകൂടി സമാധാനത്തിലാവുന്നു. കല്ലേറ് പോലെയുള്ള കാര്യങ്ങൾ നിലയ്ക്കുന്നു. അവിടെ ഒരു ജനാധിപത്യ പ്രക്രിയ നടക്കുന്നു. വലിയ പോളിംഗ് ഉണ്ടാവുന്നു. വലുത് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ചരിത്രത്തിലെ മെച്ചപ്പെട്ട പോളിംഗ് എന്നതാണ്. അവിടെ പുതിയൊരു സർക്കാർ വരുന്നു. ടൂറിസം ഓരോ വർഷം കൂടുന്തോറും വർദ്ധിക്കുകയാണ്. ഈ ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് 2.3 കോടി ആഭ്യന്തര ടൂറിസ്റ്റുകൾ അവിടേക്ക് ചെന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വളരെ നല്ല നിലയിൽ കശ്മീർ മുമ്പോട്ട് പോകുമ്പോഴാണ് സിവിലിയന്മാരെ, അതിൽ തന്നെ ടൂറിസ്റ്റുകളെ ലക്ഷ്യമിട്ട് ഇങ്ങനെ ഒരു ആക്രമണം നടക്കുന്നത്. കശ്മീർ സമാധാനമായി പുലരാൻ, കശ്മീരികൾ സമാധാനമായി ജീവിക്കാൻ ലഷ്കർ-ഇ-തോയ്ബയും അവർക്ക് പിന്നിലുള്ള പാകിസ്ഥാനും സമ്മതിക്കില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എനിക്ക് മുമ്പേ സംസാരിച്ച ജനറൽ ഇന്ദ്രബാലൻ പറഞ്ഞതിനോട് കുറച്ച് കൂടുതൽ കാര്യം ആഡ് ചെയ്യട്ടെ. ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് കാര്യം കൂടെ ചേർക്കട്ടെ. ഇതിനകത്ത് 2-3 ഇഷ്യൂസ് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഇതിൻ്റെ പുറകിൽ പാകിസ്ഥാനി ആർമിയാണ് എന്നുള്ളതിന് ഒരു സംശയവും ആർക്കുമില്ല, നമുക്കുമില്ല, ലോകത്താർക്കുമില്ല. എന്തുകൊണ്ട് പാകിസ്ഥാൻ ആർമി ഇതിന് തുനിഞ്ഞു എന്നാണ് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത്. പാകിസ്ഥാനിൽ തന്നെ ഇപ്പോൾ ഈ സമയത്ത് പാകിസ്ഥാൻ ആർമിയോടുള്ള സ്നേഹവും ആദരവും എല്ലാം മാറി ഒരു തരം കലിപ്പാണ് അവിടുത്തെ ആൾക്കാർക്ക്. ഈ പാകിസ്ഥാനിൻ്റെ ചീഫ് ഏപ്രിൽ 16 ഇസ്ലാമാബാദിൽ ഒരു പാകിസ്ഥാൻ അവിടുത്തെ പ്രവാസികൾക്ക് കൊടുത്തൊരു സംഭാഷണത്തിൽ പറഞ്ഞിരുന്നു, കാശ്മീർ ഈസ് ദി ജഗ്ലർ വെയിൻ ആൻഡ് വി വിൽ നോട്ട് ലെറ്റ് ഇറ്റ് ഗോ. കാശ്മീരിന് വേണ്ടി അവരെന്തും ചെയ്യും, ഞങ്ങൾ മറന്നിട്ടില്ല. 2 നേഷൻ സ്റ്റേറ്റ് കൊണ്ടുവന്നു. ഇതെല്ലാം പാകിസ്ഥാൻ ആർമിയുടെയും പാകിസ്ഥാൻ ആർമി ചീഫിൻ്റെയും നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമാണ്. 1. 2, ഇന്ന് പാകിസ്ഥാനിൽ ആർമിയുടെ റെലവൻസ് മൊത്തവും കാശ്മീരിന് വേണ്ടി മാത്രമാണ്. ബലൂചിസ്ഥാനിലും ബാക്കിയുള്ള പല ഭാഗങ്ങളിലും അവർക്ക് കനത്ത തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന് എന്തെങ്കിലും അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യണമെങ്കിൽ ദേ വോണ്ട് ഒരു സംതിങ് സ്പെക്ടാക്കുലർ, എന്തെങ്കിലും കാണാനൊക്കുന്ന കാര്യം അവർക്ക് വേണമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് പ്ലാൻ ചെയ്തത്. ഏപ്രിൽ 16 ആർമി ചീഫ് ആസിഫ് മുനീർ അത് പറഞ്ഞെങ്കിൽ ഓൾറെഡി ഈ പ്ലാൻ അന്ന് അവിടെ ഉണ്ടായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അയാൾ അത് പറഞ്ഞത്. 2, കാശ്മീരിലെ ടൂറിസം വളർന്നതോടുകൂടി കാശ്മീരിൽ പീസ് അല്ലെങ്കിൽ അമൻ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് പാകിസ്ഥാൻ അവിടെ റെലവൻസ് ഇല്ല എന്നൊരു തോന്നലും അവിടുത്തെ സാധാരണ മനുഷ്യർക്ക് വന്നു കഴിഞ്ഞിരുന്നു. അവിടെ കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പോഴും പാകിസ്ഥാനോട് ബന്ധം പുലർത്തുന്നവരും അവരോട് ചായ്വുള്ളവരും. പക്ഷെ ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെ ചെയ്യുന്നത് ഭീതിയുടെ പേരിലാണ്. ഇതിനിടയ്ക്ക് വച്ചിട്ട് അവിടെ നോർമൽസി ആയി എന്നൊരു തോന്നൽ നമുക്ക് വന്നിരുന്നു. ഇതെല്ലാം കൂടിയായപ്പോൾ ടെററിസ്റ്റിന് നല്ല ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, അവരത് ഉപയോഗിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യട്ടെ. ഇന്ത്യയിലെ മതവിദ്വേഷത്തിന് ഇത് തീ കൊളുത്താൻ സഹായിക്കും എന്ന് നല്ല ബോധത്തോടെ തന്നെയാണ് പാകിസ്ഥാൻ ആർമി ഇത് ചെയ്തതിൻ്റെ പുറകിൽ.